നാഴികയ്ക്ക് 40 വട്ടം എവിടെയെങ്കിലും യുദ്ധം നിർത്താനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ആ ഡൊണാൾഡ് ട്രംപ് യുദ്ധം നിർത്തി എന്ന് പറയുന്ന യുദ്ധങ്ങളെല്ലാം തിരിച്ചിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിന്ന യുദ്ധങ്ങളെല്ലാം ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടല്ല നിന്നത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഉദാഹരണം ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ ഡൊണാൾഡ് ട്രംപ് നിർത്തിയ യുദ്ധം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധമാണ്. അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ പോയി ഡൊണാൾഡ് ട്രംപ് നാണം കെട്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനിടയിലാണ് ഒരു കംബോഡിയ തായ്ലൻഡ് യുദ്ധം വന്നത്. യുദ്ധമല്ല, അതൊരു ചെറിയ സംഘർഷമായിരുന്നു. ആ സംഘർഷം വന്നപ്പോൾ അത് നിർത്തി ഡൊണാൾഡ് ട്രംപ് എനിക്ക് ഇനി നോബൽ സമ്മാനം തന്നൂടെ എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചു. എന്നാൽ അതും പൊളിഞ്ഞുപോയി. വെറും 20 ദിവസങ്ങൾക്കകം വീണ്ടും കംബോഡിയയും തായ്ലാൻഡും തമ്മിൽ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ കരാർ തള്ളി തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി സംഘർഷം രൂക്ഷമായതോടുകൂടി ചൈന കയറി ഗോളടിക്കാനായി പോവുകയാണ്. മധ്യസ്ഥതയ്ക്ക് ഞങ്ങളെത്താം എന്നാണ് ചൈനീസ് സർക്കാർ പറയുന്നത്. ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനും മേഖലയിൽ ചൈനയുടെ നയതന്ത്രപരമായിട്ടുള്ള പങ്ക് വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ചൈനീസ് ഇടപെടൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതോടെ തായ്ലൻഡ് കംബോഡിയ വിഷയത്തിൽ മുൻപ് US വഹിച്ചിരുന്ന നയതന്ത്രപരമായിട്ടുള്ള സ്ഥാനത്തേക്കാണ് ചൈന കടന്നു വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചൈന യുദ്ധം നിർത്താൻ വന്നു കഴിഞ്ഞാൽ ചൈന അവർക്ക് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയുടെ ശക്തി അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ അനുസരിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പൊതുബോധം ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വെറും കോമാളിയായി മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്തായാലും സംഘർഷം കുറയ്ക്കുന്നതിന് തായ്ലൻഡ് കംബോഡിയ നേതൃത്വവുമായി ചർച്ചകൾക്ക് പ്രത്യേക ദൂതൻ ഡെങ് സിജുവിനെ അയച്ചിട്ടുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ശത്രുത അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും ചൈന നിലവിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.